നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. പൊളിച്ചടുക്കിയ പ്രകടനം ഇന്നലെ RCB വേഴ്സസ് SRH മത്സരത്തിൽ കണ്ടു. ഇന്നും മറ്റൊരു മികച്ച പ്രകടനം കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ്. MI വേഴ്സസ് KKR പോരാട്ടം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 7:30 വാങ്കഡയിലാണ്. ആദ്യ കളി തോറ്റു തുടങ്ങുക എന്നുള്ളത് മുംബൈയുടെ ഒരു സ്ഥിരം പരിപാടിയാണല്ലോ. അപ്പോൾ അതിന്നും ആവർത്തിക്കുമെന്ന പ്രതീക്ഷ പങ്കുവെക്കുന്നു KKRൻ്റെ അസിസ്റ്റൻ്റ് കോച്ച് ഷെയ്ൻ വാട്സൺ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മദീഷ പതിരാനയുടെ കാര്യം എന്താണ്, ആന്ദ്രെ റസലിനെ പോലുള്ളൊരു ഓൾറൗണ്ടർ അദ്ദേഹം ഇപ്പോൾ പ്ലെയറായിട്ട് സ്ക്വാഡിലില്ല, പകരം ആരാ ഭാഗത്തേക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ വലിയ തുകക്കാണ് കാമറൺ ഗ്രീൻ സ്ക്വാഡിലേക്ക് വരുന്നത്. ആ പ്രൈസ് ടാഗ് അദ്ദേഹത്തിന് ഭാരമാകുമോ, പ്രകടനം മോശമാകുമോ, ബ്ലെസിംഗ് മുസറബാനി എത്രത്തോളം ടീമിന് ഗുണകരമായിട്ട് മാറും. അതുപോലെ നല്ല രൂപത്തിൽ ഓപ്ഷനിലൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വന്നിട്ട് കുറേ താരങ്ങൾക്ക് പരിക്ക് പറ്റിയത് തിരിച്ചടിയാവുന്നില്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹം ഇന്നലെ മറുപടി പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഇപ്പോൾ കോച്ചിങ് സ്റ്റാഫ് എന്ന രൂപത്തിൽ ഇവിടെ വീണ്ടും അവസരം ലഭിക്കുന്നത് വലിയ ഒരു അംഗീകാരമായിട്ടാണ് താൻ കാണുന്നത്. KKR വളരെ ഇംപ്രസീവ് ഫ്രാഞ്ചൈസിയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഹോപ്പ് MI's ഷോക്കിംഗ് റെക്കോർഡ് ഇൻ ദി ഫസ്റ്റ് ഗെയിം കണ്ടിന്യൂസ്. MIയുടെ ഫസ്റ്റ് ഗെയിം തോൽക്കുക, ദൈവത്തിൻ്റെ പോരാളികൾ തോറ്റേ തുടങ്ങാറുള്ളൂ. കേൾക്കാറില്ല നമ്മൾ എല്ലാ തവണയും. അപ്പോൾ അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അവരുടെ ആ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഫസ്റ്റ് ഗെയിം റെക്കോർഡ് ഉണ്ടല്ലോ, അത് തുടരും എന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് KKR വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം പറയുന്നു ബ്ലെസിംഗ് മുസറബാനിയെ പറ്റി. നമുക്കറിയാം മുസറബാനി എങ്ങനെയാണ് സ്ക്വാഡിലേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടായത് എന്ന്. വലിയ തുക കൊടുത്തു ഓപ്ഷനിൽ മുസ്തഫീസുർ റഹ്മാനെ അവർ ടീമിലെടുത്താണ്. പക്ഷേ പിന്നീട് വിശദീകരിക്കാത്ത ഒരു കാരണം വെച്ചുകൊണ്ട് BCCI അദ്ദേഹത്തെ ഒഴിവാക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നു. കറണ്ട് സർക്കംസ്റ്റാൻസസ് എന്ന് മാത്രമാണ് പറഞ്ഞത്, എന്താണെന്ന് BCCI വിശദീകരിച്ചില്ല. ഏതായാലും അതിനെ തുടർന്ന് പിന്നെ കുറേ കോലാഹലങ്ങൾ ഉണ്ടായി. ബംഗ്ലാദേശ് വേൾഡ് കപ്പ് കളിക്കാത്ത സ്ഥിതി ഉണ്ടായി. ബംഗ്ലാദേശിനെതിരെ ICC നടപടിയെടുക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷേ പിന്നെ നടപടിയൊന്നും ഇല്ല എന്നുള്ള തീരുമാനത്തിലേക്ക് പോയി. കുറേ സംഗതികൾക്കത് കാരണമായിരുന്നു. ഏതായാലും മുസ്തഫീസുർ റഹ്മാൻ ഇപ്പം പുറത്ത്, പകരം ബ്ലെസിംഗ് മുസറബാനി എത്തിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ മുസറബാനി മുസ്തഫീസുറിന് പകരമാകുമെന്നൊരു ചോദ്യമാണ്. അപ്പം വാട്സൺ പറയുന്നത് വളരെ എക്സൈറ്റിംഗ് ആണ് ഇങ്ങനെയുള്ള ഒരു ടാലൻറ്റിനോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റുന്നത്. വെരി എക്സൈറ്റിംഗ് ടു വർക്ക് വിത്ത് എ ടാലൻറ്റ് ലൈക്ക് ബ്ലെസിംഗ് മുസറബാനി എന്ന് പറയുമ്പോൾ മുസറബാനിയിൽ നിന്ന് വലിയ പ്രതീക്ഷ വെക്കാം എന്ന് തന്നെയാണ് വാട്സൻ്റെ ഒരു അഭിപ്രായം. എന്നിട്ട് ഈ ഓപ്ഷനിലെ സംഭവം അദ്ദേഹം പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഇപ്പോൾ കുറേ പരിക്കായല്ലോ. പതിരാനക്ക് പരിക്ക്, ഹർഷിത് റാണക്ക് പരിക്ക്, ആകാശ് ദീപിന് പരിക്ക്, ഇങ്ങനെ പരിക്കുമ്പോൾ പരിക്കാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു, ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഓപ്ഷനിൽ പ്ലാൻ ചെയ്തു. ദെൻ ഇഞ്ചുറീസ്, IPLലേക്ക് എത്തുമ്പോൾ ഇഞ്ചുറീസാണ്. ഇത് തീർച്ചയായിട്ടും ഇറ്റ്സ് എ ഷെയിം. പക്ഷെ ഒരുപാട് ക്രിക്കറ്റ് എല്ലായിടത്തും നടക്കുകയാണല്ലോ. അപ്പോൾ ഇത് സംഭവിക്കാം. പക്ഷേ നമ്മൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നതിന് പകരം ഇത് മറ്റ് താരങ്ങൾക്കൊരു അവസരമാണ്, അങ്ങനെയാണ് ഞാനിതിനെ കാണുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ മറ്റ് താരങ്ങൾക്ക് സ്റ്റെപ്പ് ചെയ്ത് മികച്ച പ്രകടനം നടത്താനുള്ളൊരു അവസരമാണ്, അത് അവർ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കാമറൺ ഗ്രീൻ്റെ പ്രൈസ് ടാഗ് വലിയ തുകക്കാണല്ലോ അദ്ദേഹം എത്തിയിട്ടില്ല. അപ്പോൾ അതൊരു ഭാരമാകുമോ എന്നുള്ള ചോദ്യത്തിന് മറുപടി, ഐ ഡോണ്ട് സീ കാമറൺ ഗ്രീൻ ബീയിങ് ബേർഡൻഡ് ബൈ ദി പ്രൈസ് ടാഗ് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. മികച്ച പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് വരുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഷെയ്ൻ വാട്സൺ പ്രകടിപ്പിക്കുന്നു. അതേസമയം ഇമ്പാക്റ്റ് പ്ലെയർ റൂളിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ അതിൻ്റെ ഒരു മാസീവ് ഫാൻ അല്ല. ഇമ്പാക്റ്റ് പ്ലെയർ റൂൾ ഇനിയിപ്പോൾ എന്താണെന്നുള്ളത് കണ്ടുവരണം. 2027 വരെ എന്തായാലും തുടരും. അതിനുശേഷം ഒരു പക്ഷേ റിവ്യൂ ചെയ്ത് ഇമ്പാക്റ്റ് പ്ലെയർ റൂൾ ഒഴിവാക്കാനുള്ള സാധ്യത ഉയരുന്നുണ്ട്. മദീഷ പതിരാന എന്ന് തിരികെ എത്തുന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി, മദീഷ പതിരാനയുടെ കാര്യത്തിൽ അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ്, ഇൻ്റഗ്രേഷൻ പ്രോസസ്സൊക്കെ നല്ല രൂപത്തിൽ തുടങ്ങണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾക്കിവിടെ വേൾഡ് ക്ലാസ് സപ്പോർട്ട് സ്റ്റാഫ് ഉണ്ട്. പക്ഷേ തീരുമാനമെടുക്കേണ്ടത് ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡാണ്. നമുക്കറിയാമല്ലോ, അപ്പോൾ ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡ് NOC കൊടുത്തിട്ടില്ല. ഫിറ്റ്നസ് ടെസ്റ്റ് കംപ്ലീറ്റ് ആവാതെ NOC കൊടുക്കില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. അങ്ങനെയെങ്കിൽ പിന്നെ താരത്തിന് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയുണ്ടാവും. ഇനി റസലിന് പകരം ആരെന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി, റസൽ എന്ന് പറയുന്ന താരം ഉപേക്ഷിച്ച് പോയൊരു ഹോള് ഒരു പ്ലെയർ എന്ന നിലയിൽ അദ്ദേഹം ഇല്ല എന്നുള്ളത് ഒരു വലിയ വിടവ് തന്നെയാണ്. പക്ഷേ ദിസ് ഈസ് എ മാസീവ് ഓപ്പർച്യൂണിറ്റി ഫോർ രമൺദീപ് സിംഗിന് ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് റസലിന് പകരം രമൺദീപ് സിംഗിനെയാണ് ഇപ്പോൾ അവർ കാണുന്നത്. അത്തരത്തിൽ പെർഫോം ചെയ്യാൻ കൽപ്പുള്ളയാളാണ്. പക്ഷേ കഴിഞ്ഞ സീസണിലൊന്നും മികവിലേക്ക് പോയിരുന്നില്ല, ഫ്ലോപ്പായിരുന്നു രമൺദീപ് സിംഗ് എന്ന കാര്യം ഓർക്കുക. ഇത്തവണ അതിന് പരിഹാരം കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ KKR ഇരിക്കുന്നു. ഇന്നത്തെ കളി മുംബൈയെ തോൽപ്പിച്ചുകൊണ്ട് തുടങ്ങാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് KKR. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.